ഓക്കെ. ഇപ്പം 9 വർഷം ഏകദേശം സ്പോട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടാണല്ലോ ഒരു മെയിൻ എഡിറ്റർ ആവുന്നത്. ആ അല്ലേ? ഏറെക്കുറെ 2007. അല്ല 9 വർഷം. 15 ചാർലി. ഓക്കെ, കറക്റ്റാ. അപ്പോൾ ഇപ്പൊ പക്ഷെ ഇപ്പം KGF 2 എഡിറ്റ് ചെയ്ത ഏകദേശം 19 വയസ്സുള്ള ഒരു പയ്യനാണ്. അപ്പൊ ഇപ്പൊ ശരിക്കും എഡിറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും അതൊരു മാഷപ്പിന്റെ ഒരു സ്വഭാവം വരുന്നുണ്ട് ഈ ആക്ഷൻ സിനിമകൾക്കൊക്കെ വരുന്ന സമയത്ത്. ഇതിപ്പോ ഓരോ സിനിമ ഇറങ്ങുന്നതനുസരിച്ചിട്ടും എഡിറ്റിങ്ങിന്റെ ട്രെൻഡുകൾ പറയുന്നുണ്ട്. ഇപ്പൊ KGF ഇറങ്ങിയതിനു ശേഷം കുറെ സിനിമകൾക്ക് ഈ കരിപിടിച്ച ജീവിതം ആയിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പം സിനിമകൾക്കനുസരിച്ച് അല്ലെങ്കിൽ മാഷപ്പുകളുടെ ട്രെൻഡുകൾക്കനുസരിച്ച് നിങ്ങൾ സ്വയം പുതുക്കേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടോ? സിനിമയ്ക്കനുസരിച്ച് നമ്മൾ മാറേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം റീലിലൊരു സംഭവം കണ്ടു, അത് നമ്മൾ ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ വെറുതെ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തല്ലുമാല അങ്ങനെ എഡിറ്റ് ചെയ്ത പടം, അത് അങ്ങനെ എഡിറ്റ് ചെയ്ത കൊണ്ടാണ് അത് ഇത്രയും ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിയത്. അതെല്ലാ പടവും അങ്ങനെ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ രേഖാചിത്രം ഒരിക്കലും അതുപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന പോലെ എഡിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഈ ഇപ്പോൾ വില്ലനൊക്കെ ഇറങ്ങിയ സമയത്ത് ഈ ലാലേട്ടൻ്റെ കണ്ണ് നിറഞ്ഞിട്ടും ചിരിയുമുള്ള ഷോട്ടുകളെ പറ്റിയിട്ട് പലപ്പോഴും എഡിറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും നല്ലത് വന്നാൽ അതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു കമന്റ് പറയാറുണ്ടല്ലോ. ഇതിലെ പെർഫോമേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളെ വാവടിപ്പിക്കുന്നത് ആയിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും? 1-2 പേരെ പറഞ്ഞാൽ മതി, ഒരു സ്പോയിലേഴ്സ് ഒന്നും വേണ്ട ഞങ്ങൾക്ക്. അങ്ങനെ ഒരു പടത്തിന്റെ ഏറ്റവും അവസാനത്തെ ഔട്ട് കണ്ട ആളല്ലേ, എന്താ തോന്നുന്നത്? എത്രമാത്രം കോൺഫിഡന്റ്? എല്ലാവരും കണ്ടിട്ടുണ്ട്. എന്താ തോന്നുന്നത് സിനിമയെ പറ്റി? വിജയപരാജയ, സാമ്പത്തിക വിജയം പരാജയങ്ങളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ഭയങ്കര ഇഷ്ടമായി. ഞാൻ ജോഫിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പടം. മുജീബിൻ്റെ മ്യൂസിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ എഡിറ്റ് ചെയ്യണ മുമ്പ് ക്യാമറ ചെയ്തൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അത് ആദ്യം കണ്ടത്. അതിനുശേഷം പുതിയതായിട്ടല്ലേ ആഡ് ഓൺ വന്നത് ഇവർ രണ്ടുപേരും, സൗണ്ടും മ്യൂസിക്കും. അത് രണ്ടും ഭയങ്കര കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഞാൻ ജോഫിൻ്റെ അടുത്തും പറഞ്ഞത് ഭയങ്കര സോൾഫുൾ ആണ് മ്യൂസിക്. പിന്നെ സൗണ്ടും വളരെ എസ്തെറ്റിക്കലി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പൊതുവെ ഞാൻ തന്നെ ചെയ്ത സിനിമകൾ 2-3 തവണ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബോറടിക്കുമല്ലോ. പക്ഷെ ഇതിന് മൾട്ടിപ്പിൾ വാച്ചിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. നാളെ കൂടെ കാണാൻ. അതെ, ഞാൻ ഓൾറെഡി കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 3 തവണ കണ്ടു കഴിഞ്ഞു. അതെ, ഓരോ സ്റ്റേജിൽ. അപ്പം അപ്പോഴും നമുക്ക് ഒന്നും കൂടെ കാണാനുള്ള സാധനം ഉണ്ടെന്ന് ഒരു തോന്നൽ വരുന്നുണ്ട്. ഇപ്പോൾ സ്കോർ ചെയ്യുന്ന സമയത്തെ ഇപ്പോൾ ഇന്ന സ്ഥലങ്ങളിൽ നിശബ്ദത, നേരത്തെ അദ്ദേഹം ചോദിച്ച ഇന്ന സ്ഥലങ്ങളിൽ സ്കോർ ചെയ്യാം, അതിന് എന്തെങ്കിലും ഒരു ഗ്രാമർ പരുവപ്പെട്ട് വന്നിട്ടുണ്ടോ? അല്ല, ബേസിക്കലി ഞാൻ സ്കോർ ചെയ്യുമ്പോൾ എവിടെ സൈലൻസ് വരണം എന്നുള്ളത് നോക്കിയിട്ടാണ് ആദ്യം. പിന്നെ ഈ പറഞ്ഞ പോലെ അത് ഡിപ്പെൻസ് സ്വന്തം ആ മൂവിന്റെ പൾസ് അറിഞ്ഞ്. പിന്നെ ജോഫിനെ ഞാൻ കളിയാക്കും. നമ്മുടെ ട്രെയിലറിലുണ്ടല്ലോ ഒരാളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെ, അപ്പൊ ക്യാരക്ടർ ഒരു വോയിസ് ഓവർ വരും, എത്ര കൊടുത്താലും മതിയാവാത്തൊരു മെസ്സേജ്. അതുപോലെ ജോഫിൻ രാവിലെ സ്റ്റുഡിയോയിൽ വരും, ഒരു കാരണം ഇത് മാറ്റാം ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഒന്നുകൂടെ സ്കോർ ഇട്ടാലോ, ഇങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു പ്രോസസ്സ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, JD ആയിട്ടുള്ളൊരു നിരന്തരം കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ സൗണ്ട് പ്രോമിനൻ്റ് ആയിട്ട് വരും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മുടെ സ്കോറും പോയേക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്ലെൻഡ് നന്നായിട്ട് പടത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ജിത്തു ജോസഫ് ഒക്കെ ചെയ്യുന്ന ഒരു സൗണ്ട് സ്ക്രിപ്റ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ. അതായത് സിനിമയ്ക്ക് ആക്ടർ സ്ക്രിപ്റ്റിനെ പോലെ ഒരു സൗണ്ട് സ്ക്രിപ്റ്റും വേണം എന്നുള്ളത്. അത് ശരിക്കും നമുക്ക് നമ്മുടെ മലയാള സിനിമയിലും അല്ലെങ്കിൽ ഈ സിനിമയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണോ? ഇല്ല, ഞാൻ സൗണ്ട് സ്ക്രിപ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ യൂഷ്വലി എഡിറ്റ് ചെയ്ത് കിട്ടുന്ന സാധനത്തിൽ വർക്ക് ചെയ്യാണ് ചെയ്യാറ്. അതാണ് കൂടുതലായിട്ട്. കാരണം നമ്മൾ മനസ്സിലാലോചിക്കുന്ന സാധനമല്ല സ്ക്രിപ്റ്റിൽ വരിക. സ്ക്രിപ്റ്റിൽ നിന്ന് സിനിമയിലേക്ക് എത്തുമ്പോൾ ഈ ജനറേഷൻ ലോസ് ഒക്കെ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ പോർഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സൗണ്ട് സ്ക്രിപ്റ്റായിട്ടൊന്നുമില്ല. പിന്നെ എന്താ പറയുന്നത്, ഒരുമിച്ച് ഇരുന്ന് ഒരുപാട് കമ്മ്യൂണിക്കേഷനിലൂടെ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ. അതായത് മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും ഡയറക്ടർമാരായിട്ടും എഡിറ്റേഴ്സ്, ഇത് കമ്മ്യൂണിക്കേഷൻ ഒരുപാടുണ്ട്. അപ്പോൾ അതൊരു ഒറ്റയ്ക്കൊരു തീരുമാനങ്ങളൊന്നല്ല, ഒരുപാട് പേര് കൂടി ഇത് വർക്കാവോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചില സാധനങ്ങൾ വർക്കാവും. ഇതൊരു ഒറ്റ സൗണ്ട് സ്കേപ്പാണിത്. അതായത് മ്യൂസിക്കും വോയിസും സൗണ്ട് എല്ലാം കൂടിയിട്ട് ഒറ്റയാണ്. ഇതെല്ലാം കൂടി സെപ്പറേറ്റ് ആയിട്ട് ഇതൊന്നും വർക്കാവില്ല. എങ്ങനെ അതായത് ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ സിനിമാറ്റോഗ്രാഫറിനോടും ഡയറക്ടറിനോടാണ്. ഇപ്പൊ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയ
ഇപ്പൊ പ്രത്യേകിച്ച് ആളുകൾ ഏജ്ഡൊക്കെ ആക്കുമ്പോൾ അത് വളരെയധികം ക്രിറ്റിസിസം ഒക്കെ നേരിടുന്ന ഒരു ഏരിയ ആണ് ഇപ്പം. എല്ലാ ആളുകളും റീൽസിലൊക്കെ വേണ്ടിയിട്ടൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് കുറെ. ഇതിനകത്ത് പല കാലഘട്ടങ്ങളിലുള്ള പല മേക്ക് ഓവറുകൾ നടത്തിയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ മനോജ് കെ ജയൻ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറിന് വ്യത്യാസമുണ്ട്, അനശ്വരയ്ക്കും ഒരുപാട് ലുക്ക് ഡിഫറൻസുകളുണ്ടല്ലോ. ഇതിനൊരു സ്റ്റാൻഡേർഡ് വേണം, അല്ലെങ്കിൽ ഇതിനൊരു എസ്തെറ്റിക്സ് വേണം, അതിന് എത്രമാത്രം വർക്ക് പോയിട്ടുണ്ട്? റോണക് സേവ്യർ ആയിരുന്നു മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് മേഘ തോമസ് എന്ന് പറയുന്ന സിസ്റ്റർ ക്യാരക്ടറാണ്. അപ്പോൾ അത് കുറച്ച് സമയം എടുത്തിട്ടൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് രാവിലെ എങ്കിലും 3-4 മണിക്കൂർ അവർക്ക് മേക്കപ്പിന് സമയം കൊടുത്തിട്ടാണ് നമ്മൾ എല്ലാ ടൈമിലും നമ്മൾ അവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അവരുടെ ഷോർട്സ് മാക്സിമം ആദ്യം തന്നെ എടുക്കുക. സ്വെറ്റ് ചെയ്യുന്നതിന് പ്രശ്നമുണ്ട്, പുറത്ത് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ടൈമിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ജോഫിനതിന് നല്ല ഔട്ട് കിട്ടുന്നവരെ ജോഫിൻ നന്നായിന്ന് പറയുന്ന കൂടുതൽ നന്നായില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കും. നന്നായിന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും, നന്നായില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ട് നല്ല ഔട്ട് കിട്ടും എല്ലാവരുടെ. അതൊക്കെ ഇപ്പൊ ജോഫിനൊരു ഷോട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ആ ഓക്കെയിൽ ഉള്ള സന്തോഷത്തിൽ മനസ്സിലാവും ശരിക്കും ഓക്കെ ആണെന്ന്. ഷോട്ട് ഓക്കെ അല്ലെങ്കിൽ അത് പറയുള്ളൂ, അതൊന്നും കൂടെ പോവാന്ന് പറയും. ഓക്കെ ആണെങ്കിൽ നമ്മൾ ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷോട്ട് ഓക്കെ പറയുന്നത് വരെ ഞാൻ ആ മാർക്കിൽ തന്നെ നിൽക്കും. ഷോട്ട് ഓക്കെ അതിപ്പം എന്റെ DOPക്കും കൂടെ ഞാൻ കൊടുക്കുന്ന റെസ്പെക്ട് ആണ്. പിന്നെ ഇത് മൊത്തം മാർക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പൊ ചില സമയത്ത് ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഈ ആൾക്കൂട്ടം അവിടെ നിന്ന് മാറി അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും ഞാൻ അറിയണം ആ ഷോട്ട് ഓക്കെ ഓക്കെ അല്ലെങ്കിൽ സാറ് പയ്യെ എഴുന്നേറ്റ് ഇങ്ങനെ വരും. എഴുന്നേറ്റ് നടന്നിങ്ങനെ വന്നിട്ട് അത് നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും. ഭയങ്കര എക്സൈറ്റഡ് ആവുമ്പോൾ കട്ട് പറയുന്ന കേട്ടാ നമുക്ക് മനസ്സിലാവും കട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ഇപ്പൊ ആളുകൾക്ക് ഇപ്പൊ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെയാണ്. ഇപ്പം കുമ്പളങ്ങയുടെ സമയത്ത് ഷജു ഖാലിദ് അവിടുത്തെ ആക്ട്രസിനെ ബ്രീഫ് ചെയ്യുന്നതൊക്കെ ഭയങ്കര വൈറലാണ്. ഒന്ന് അനങ്ങി ചെയ്യണോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വൈറലായിരുന്നു. അപ്പം അങ്ങനെ കൊടുക്കുന്ന ജോഫിൻ്റെതായി മാത്രമുള്ള ചില കമന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, ജോഫിന് പൊതുവെ അങ്ങനത്തെ ശബ്ദങ്ങളുണ്ട്, കുറവാണ്. എപ്പോഴും തോട്ടിലായിരിക്കും പല കാര്യങ്ങളും. മുഖത്ത് നമ്മുടെ നോക്കി നിൽക്കുവാണെങ്കിലും വേറെ ചിന്തയിലൊക്കെ ആയിരിക്കും പല സമയം. നമുക്കൊരു ഞാൻ കുറെ ഇന്റർവ്യൂ പറഞ്ഞു, അതായത് ഈ സിനിമയിൽ അങ്ങനെ നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല. നമുക്ക് ഷൂട്ട് ഭയങ്കര ഒന്ന് നമ്മൾ തുടങ്ങിയത് ഇവിടെ ഭയങ്കര പീക്ക് സമ്മറായിട്ട് ചൂടായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ പഴയകാലം ഷൂട്ട് ചെയ്യുന്നത്. അവിടെയാണ് ഈ പറയുന്ന മേക്കപ്പും പരിപാടിയൊക്കെ വരുന്നത്. അപ്പൊ ഈ മേക്കപ്പ്, ചില മേക്കപ്പ് ഒക്കെ ഇത് വന്നു കഴിഞ്ഞാൽ ഒലിച്ചു പോകുന്ന ടൈപ്പ് മേക്കപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് റീവർക്ക് ചെയ്യുക കൊടും ചൂടിലാണ്. പിന്നെ മഴ, പിന്നെ തുടങ്ങിയ മഴ കാരണം നമുക്കൊരു 5 to 10 ദിവസം, ആക്ച്വലി ഒരു 5 ദിവസം ലോസ്റ്റ് ആയിട്ടുണ്ട് മഴ കാരണം. അപ്പം പല സീൻസിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് വെതർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മഴ ഈ സിനിമയിൽ പല സ്ഥലത്തും നമുക്കൊരു ബ്ലെസ്സിങ് അതെ. അപ്പൊ മഴ നമ്മൾ മഴയെ തന്നെ ഷൂട്ട് ചെയ്യും. ഒറിജിനൽ മഴയെ തന്നെ നമ്മൾ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഴ ആവശ്യമുണ്ട് ആ സീൻ. അപ്പൊ നമ്മൾ നമ്മുടെ റെയിനും കൂടി വിളിച്ച് അതിലങ്ങനെ മഴയത്തായിരുന്നു കംപ്ലീറ്റ് കുറെ ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.